കർത്താവിന്റെ മഹത്വം. മത്തായി സുവിശേഷം 19:27. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു കിട്ടും എന്ന് ചോദിച്ചു. കർത്താവിൽ പ്രിയരെ, മനുഷ്യന്റെ മനോഭാവങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെയാണ്. ഞങ്ങൾക്ക് എന്തു കിട്ടും? ഭൗതിക സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും തന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ആത്മീയന്റെ ഹൃദയവാഞ്ച അവിടെ കാണാനില്ല. സമ്പത്ത് വർദ്ധിക്കുക എന്നതാണ് എക്കാലത്തും അനുഗ്രഹത്തിന്റെ അടയാളമായി കാണുന്നത്. അല്ലാത്തതെല്ലാം ശാപവും. എന്നാൽ അങ്ങനെയാണോ തിരുവെഴുത്ത് വിവക്ഷിക്കുന്നത്? വിശ്വാസത്തിൽ സമ്പന്നത, ദൈവ വിഷയമായ സമ്പന്നത, ഇവയൊന്നും നാം ശ്രദ്ധിക്കുന്നില്ല. അനുഗ്രഹം ദൈവിക അംഗീകാരത്തിന് തെളിവല്ല. സത്യത്തിൽ ഭൗതിക സമ്പത്തും ആത്മീയ ജീവിതവും രണ്ട് വിഷയങ്ങളാണ്. നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ ആത്മീയതയാണ് അനിവാര്യത. സമ്പത്ത് വേണ്ടെന്നല്ല അതിനർത്ഥം. മുൻഗണന എന്താണ് എന്നാണ് പ്രസക്തം. നന്മയും കരുണയും നമ്മെ പിൻപറ്റും. മുൻഗണനകൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും. ഗോഡ് ബ്ലെസ് യു.